അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഒരു ട്രിപ്പ് വ്ലോഗാണ് ഇത്. സമയം വന്നിട്ട് വെളുപ്പിന് 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാർ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ട്രിപ്പ് പോകുന്നത് ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതേപോലെ തന്നെ 1 ഡേ ട്രിപ്പാണ്. അതുകൊണ്ട് അധികം പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം പോയി കുളിച്ച് റെഡി ആവാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഫോണൊക്കെ ഒന്ന് ചാർജിൽ ഇട്ടിട്ടുണ്ട്. ഫോണിൽ ചാർജ് ഉണ്ടെങ്കിലാണല്ലോ നമ്മുടെ വ്ലോഗിന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴി ഇടയ്ക്കിടക്കായിട്ട് നമ്മൾ ചായ കുടിക്കാൻ നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ നിർത്തിയുള്ള യാത്രക്ക് ശേഷം ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും വണ്ടി നിർത്തി കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും നമ്മൾ കുറച്ചധികം വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും വെയിലൊന്നുമില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴാണ് വെയിൽ വന്ന് നമ്മൾ കരിയാൻ പോകുന്നതും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴി നമ്മൾ വീണ്ടും നിർത്തിയിട്ടുണ്ടായിരുന്നു മോർണിംഗ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ യാത്ര തുടരാൻ പോകുകയാണ് ഗൈസ്. എനിക്ക് ട്രിപ്പ് പോണ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വണ്ടിയിലുള്ള യാത്രയാണ് ഏറ്റവും വലിയ പ്രശ്നം. വണ്ടിയിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. എന്നാൽ ഈ പ്രാവശ്യം നമ്മളൊന്ന് ജസ്റ്റ് എൻജോയ് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അടുത്ത സ്പോട്ട് എത്തി. അവിടെ നിന്ന് നമ്മൾ അടിപൊളിയായിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം ഇരുന്ന് ട്രാവൽ ചെയ്യണല്ലോ, അപ്പൊ കുറച്ചൊന്ന് നടന്നൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ ജീപ്പിലൊക്കെ കയറി നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഗാർഡൻ ആണ് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് സൺഫ്ലവർ കാണുന്നത്. സംഭവം അടിപൊളിയാണ്. കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ വേഗം പോയി അതിനൊന്ന് തൊട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു. നല്ല രീതിക്ക് നമ്മൾ ട്രിപ്പ് കഴിയുമ്പോഴത്തേനും ടാൻ അടിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ ഈ ജീപ്പിൽ നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണ്. നമ്മൾ ഡ്രൈവറൊക്കെ നല്ല വൈബായിരുന്നു, എല്ലാവരും നല്ല വൈബായിരുന്നു. അങ്ങനെ അടുത്ത സ്പോട്ട് എത്തി നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ചു നേരം പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിന്നു. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിൽ പോകാൻ പോവാണ്. ഈ ഒരു സ്പോട്ട് പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ട്രോബെറി ഗാർഡൻ ആണ് ഗായ്സ്. ഗാർഡൻ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്ട്രോബെറി ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ പറിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ 2-3 സ്ട്രോബെറി ഒക്കെ നമുക്ക് ഡ്രൈവർ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് വെക്കാനായിട്ട്. സംഭവം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന്. ഇനി നമ്മുടെ സ്ട്രോബെറി ഗാർഡൻ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണാൻ പോവാണ്. ഇത് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്പോട്ടാണ്. ഏക്കർ കണക്കിന് സ്ട്രോബെറി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അവര്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി വാങ്ങിക്കാനുള്ള ക്യൂവിലാണ്. ഫൈനലി നമുക്ക് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. നല്ല ചുമന്നിരിക്കുന്ന സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ജാം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രോബെറി മാത്രം വാങ്ങിച്ചുള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ വാട്ടർഫാൾ ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് വന്നിട്ട്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കുറച്ചധികം നമുക്ക് നടക്കണം. അങ്ങനെ നടന്ന് ഫൈനലി നമുക്ക് വെള്ളച്ചാട്ടം കണ്ടു കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചു നേരം വെള്ളത്തിലാകാം നമ്മുടെ എൻജോയ്മെന്റ്. വെള്ളം കണ്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങി അത് കളി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിലെ പ്രഹസനത്തിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്, കരയിലേക്ക് എത്തി. ഇനി നമ്മൾ അവിടെ നിന്ന് കുറേ നടക്കണം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്താനായിട്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ ജീപ്പിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കാറ് പാർക്ക് ചെയ്ത് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഫുഡ് സ്പോട്ട് വന്നിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഊണാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. തിരിച്ചു തന്നെ വഴി ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞിക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നല്ല അടിപൊളി സ്വീറ്റ് കോൺ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള സ്വീറ്റ് കോണും ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ വണ്ടി കയറുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ കുതിരയുടെ പുറത്ത് കയറുന്ന ആ ഒരു സംഭവം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി മോട്ടിവേറ്റ് ചെയ്തപ്പോൾ കയറാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ആനിമൽസിനെ ഭയങ്കര പേടിയാണ്, ഞാൻ തൊടയും കൂടിയില്ല. എല്ലാവരും കൂടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് കയറി നിന്നു മാത്രമേ എനിക്ക് ഓർമ്മ ഉള്ളൂ. ഞാനുള്ളത് കൊണ്ടാണ് എന്റെ സിസ്റ്ററും കൂടി കയറാന്ന് പറഞ്ഞത്. അങ്ങനെ നൈസായിട്ട് അവളെ ഞാൻ തേച്ചു. എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി എന്റെ സിസ്റ്റർ കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ, 2 പേർ കൂടി ഒരുമിച്ച് കയറാൻ പറ്റൂല. അതുകൊണ്ട് നൈസായിട്ട് അവളെ തേച്ച് ഞാൻ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഇങ്ങനെ
ഇങ്ങനത്തെയൊക്കെ. അങ്ങനെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. എന്റെ കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും മാത്രം കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഈ കുതിരപ്പുറത്ത് കയറുന്നത്. അങ്ങനെ നൈസായിട്ട് ഒരു റൗണ്ട് ഒക്കെ ചുറ്റി അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ചെറിയൊരു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിൽ പോണ വഴി നമ്മൾ ജിബിനാസ് കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നല്ല അടിപൊളി ഷവായമന്റെ ഒക്കെ കഴിച്ച് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.